സംഘർഷത്തെ തുടർന്ന് പൂട്ടിയ കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് തുറക്കാൻ അനുമതി. കർശന ഉപാധികളോടെയാണ് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയത്. എന്നാൽ ഫ്രഷ് കട്ടിനെതിരെ സമരം തുടരുമെന്ന് സമരസമിതി അറിയിച്ചു. കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല ഫെസിലിറ്റേഷൻ കമ്മിറ്റിയാണ് പ്ലാന്റ് തുറക്കാൻ അനുമതി നൽകിയത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ശുചിത്വ മിഷന്റെയും റിപ്പോർട്ടുകൾ പരിഗണിച്ച് കർശന ഉപാധികളോടെയാണ് തീരുമാനം. ഒരു ദിവസം സംസ്കരിക്കാവുന്ന മാലിന്യം 25 ടണ്ണിൽ നിന്ന് 20 ടണ്ണായി കുറച്ചു. ദുർഗന്ധം ഒഴിവാക്കാൻ വൈകിട്ട് 6 മുതൽ രാത്രി 12 മണിവരെ പ്ലാന്റിന് പ്രവർത്തനാനുമതിയില്ല. ദുർഗന്ധം കുറയ്ക്കാൻ NIAST പഠനം നടത്തും. പഴകിയ മാലിന്യങ്ങൾ പ്ലാന്റിൽ കൊണ്ടുവരുന്നതിന് നിരോധനമുണ്ട്. അതേസമയം പ്ലാന്റ് അടച്ചുപൂട്ടുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. 74 പഞ്ചായത്തും 6 മുനിസിപ്പാലിറ്റിയിലെയും ഒരു കോർപ്പറേഷന് മുഴുവൻ മാലിന്യം സംസ്കരിക്കാൻ കലക്ടർക്ക് മാലിന്യമുക്ത കേരളമാക്കണമെന്നുള്ള ആ ഉദ്ദേശത്തോടുകൂടി പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതൊരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല. സംഘർഷവുമായി ബന്ധപ്പെട്ട് കൂടത്തായി സ്വദേശി നിയാസ് അഹമ്മദിനെ താമരശ്ശേരി പോലീസ് പിടികൂടി. ഇതോടെ ആകെ പിടിയിലായവരുടെ എണ്ണം 14ആയി. റിപ്പോർട്ടർ, കോഴിക്കോട്.